ഹലോ കൂട്ടുകാരെ, റീസെൻ്റ്ലി ഒരു സബ്സ്ക്രൈബറിൻ്റെ ചോദ്യം കണ്ടിരുന്നു കുണ്ടലിനി അവേക്കനിങ്ങിനെ കുറിച്ച്. അതായത് നമ്മൾ മൊത്തം ഹീലായി കഴിഞ്ഞിട്ടല്ലേ കുണ്ടലിനി അവേക്കൻ ആവത്തുള്ളൂ എന്നുള്ളത്. അപ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ വരുമ്പോൾ കുണ്ടലിനി അവേക്കനിങ്ങിനെ കുറിച്ച് ഒത്തിരി മിത്സ് ഉണ്ട്. ആക്ച്വലി ഈ ഒരു കുണ്ടലിനി അവേക്കനിങ് പ്രോസസ്സിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ് ഞാൻ. വീഡിയോ മേ ബി കുറച്ചൊന്ന് ലെങ്തി ആവാം. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് എൻ്റെ സ്പിരിച്വൽ അവേക്കനിങ് ജേർണിയിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഇൻഫർമേഷൻ, അതിലൂടെ ഞാൻ എന്നിലേക്ക് കണക്റ്റായി കുറച്ച് കാര്യങ്ങൾ ഡൗൺലോഡ്സ് ആയിട്ടൊക്കെയും കിട്ടിയിട്ടുള്ള ആ ഒരു വിസ്ഡവും കൂടെ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളിൽ, അതായത് ഈ വീഡിയോയിൽ പറയുന്ന കണ്ടൻറ്റ് മാത്രമല്ലായിരിക്കാം, ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് യൂണീക്ക് ആയതുകൊണ്ട് ബിയോണ്ട് ദാറ്റ് ഒത്തിരി കാര്യങ്ങൾ കാണും. പക്ഷേ മാക്സിമം എൻ്റെ ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് ജേർണി തൊട്ട് കുണ്ടലിനി അവേക്കനിങ്ങിനെ കുറിച്ച് ഞാൻ എന്താണ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതെന്ന് പറയാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ കാര്യം, കുണ്ടലിനി എന്ന് പറയുന്ന ആ ഒരു ശക്തി, അല്ലെങ്കിൽ കുണ്ടലിനി എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മളുടെ ഉള്ളിലെ ശക്തിയുടെ എനർജിയാണ്. കുണ്ടലിനി ശക്തി സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ റൂട്ട് ചക്രയിലായിരിക്കും. റൂട്ട് ചക്രയിലെന്ന് പറയുമ്പോൾ നമ്മളുടെ സ്പൈനൽ കോഡിൻ്റെ അല്ലെങ്കിൽ നട്ടെല്ലിൻ്റെ ഏറ്റവും താഴെയായിട്ട് ആ ഒരു സ്പേസിലാണ് നമ്മുടെ റൂട്ട് ചക്ര സ്ഥിതി ചെയ്യുന്നത്. റൂട്ട് ചക്രയുടെ ഉള്ളിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു താമര മൊട്ടിൻ്റെ ആ ഒരു മൊട്ടിൻ്റെ ഉള്ളിലായിട്ട് ജസ്റ്റ് വിഷ്വലൈസ് ചെയ്യുക, അതൊന്ന് മനസ്സിലാക്കാനായിട്ടാണ് പറയുന്നത്. അതിൻ്റെ ഉള്ളിലായിട്ട് ഉള്ള പ്രാണ എനർജിയാണ് കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ചക്രാസ് എന്ന് പറയുമ്പം നമ്മൾ റെഡ് കളർ വിഷ്വലൈസ് ചെയ്യും, അല്ലെങ്കിൽ ട്രയാങ്കിൾ ആകൃതിയിലാണ്, ത്രികോണാകൃതിയിലാണെന്ന് വിഷ്വലൈസ് ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൂവിൻ്റെ ആകൃതിയിലാണ് എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ അത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ അത് ബാലൻസ്ഡ് ആയിട്ടുള്ള റൂട്ട് ചക്രയുടെ ഒരു വിഷ്വലൈസേഷനാണ് നമുക്ക് മെഡിറ്റേഷനിലൊക്കെയും പറഞ്ഞു തരുന്നത്. നമ്മളുടെ പ്രാണ എനർജി അല്ലെങ്കിൽ കുണ്ടലിനി എനർജി അവേക്കൺ ആവാത്തപ്പം ഒരു മൊട്ടിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു എനർജി, അത്രയ്ക്ക് പവിത്രമായിട്ട്, അത്രയ്ക്ക് ഉള്ളിലേക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു എനർജി. അപ്പോൾ ആ ഉള്ളിലുള്ള എനർജി വെളിയിലേക്ക് വരണമെങ്കിൽ ആ മൊട്ട് വിടരണം, പൂവാവണം, അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മൊട്ട് വിടരണം, അല്ലെങ്കിൽ അതൊരു പൂവാവണമെന്ന് പറയുമ്പോൾ അവിടെ റൂട്ട് ചക്രേനെ ബാലൻസ് ചെയ്യുന്ന ഒരു ഇമേജ് മനസ്സിലാക്കുക. നെക്സ്റ്റ്, ഈ കുണ്ടലിനി എപ്പോഴാണ് നമ്മൾ അവേക്കൺ ആവുന്നത്? എന്തിനാണ് അവേക്കൺ ആവുന്നത്? നമ്മളുടെ എൻലൈറ്റ്മെൻറ്റിന് വേണ്ടിയാണ് അവേക്കൺ ആവുന്നത്. അതായത് എങ്ങനെയാണ് അവേക്കൺ ആവുന്നതെന്ന് പറയുമ്പോൾ, നമ്മളുടെ ഉള്ളിലെ ഈഡ പിംഗ്ല നാഡീസ് എന്ന് പറയും. അതായത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിലുള്ള നാഡീസാണ്. ഈ നാഡീസിനെ നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ നമ്മുടെ സുഷുപ്ന നാഡി ആക്ടിവേറ്റ് ആയി. അതായത് അത് ആ നട്ടെല്ലിൻ്റെ ഉള്ളിലൂടെയുള്ള നാഡി. ഇത് ആക്ടിവേറ്റ് ആയി മുമ്പോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ശ്വസിക്കുന്ന വായു ലെഫ്റ്റ് സൈഡിലൂടെയും റൈറ്റ് സൈഡിലൂടെയും അല്ലാണ്ട് ആ ഒരു നെർവിലൂടെ ഫ്ലോ ആവുക എന്ന് പറയുമ്പോൾ, നമ്മളുടെ ഉള്ളിലെ DM ആൻഡ് DF ബാലൻസ് ചെയ്ത് ആ നാഡി, സുഷുമ്ന നാഡി ക്ലെൻസായി ബാലൻസ് ആയി കഴിയുമ്പോൾ അതിലൂടെ ആയിരിക്കും കുണ്ടലിനി മുകളിലേക്ക് വന്ന് സഹസ്രാര ചക്ര അല്ലെങ്കിൽ ക്രൗൺ ചക്രയിൽ വന്ന് നമ്മൾ എൻലൈറ്റ്മെൻറ്റിൽ എത്തുന്നത്. ഇത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ അലോം വിലോം പ്രാക്ടീസുകൾ, അല്ലെങ്കിൽ നമ്മളുടെ DM ആൻഡ് DF ബാലൻസിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. അത് ബാലൻസ് ആയാൽ മാത്രമേ ആ ബാലൻസ്ഡ് വേയിൽ നമുക്ക് മുമ്പോട്ട് പോയിട്ട് സുഷുമ്ന നാഡിയിലൂടെ ആ ഒരു എനർജീനെ ഫ്ലോ ചെയ്തുകൊണ്ട് മുകളിലേക്ക് കുണ്ടലിനി എനർജീനെ അല്ലെങ്കിൽ കുണ്ടലിനി ശക്തിനെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഇനിയൊരു കാര്യം എടുത്തു പറയാനുണ്ട്. ട്വിൻ ഫ്ലെയിംസിൽ കുണ്ടലിനി ശക്തി ഹാർട്ട് ചക്ര വരെ വരുമ്പോഴാണ് അവർ ബാലൻസ് ആവുന്നത്. അതായത് ഹാർട്ട് ചക്ര എന്ന് പറയുന്നത് അവരുടെ DM ആൻഡ് DF ബാലൻസിങ്ങിൻ്റെ ഒരു സ്പേസാണ്. അതേപോലെ തന്നെ അൺകണ്ടീഷണൽ ലവിൻ്റെ സ്പേസാണ്.
അവരുടെ ഉള്ളിലെ സെൽഫ് ലവിനെ അവർ ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ട്വിൻ ഫ്ലെയിംസ് ആ ഒരു അൺകണ്ടീഷണൽ ലവ് ലോകത്തിന് കൊടുക്കാൻ തുടങ്ങുമ്പോൾ ആ ഹാർട്ട് ചക്ര ബാലൻസ് ആവും. അതായത് ഫൊർഗീവ്നെസ്, ഇതൊക്കെ ഇതിൻ്റെ മറ്റുള്ളവർക്ക് ഫൊർഗീവ്നെസ് കൊടുക്കുക, നമ്മൾ ഫൊർഗീവ് ചെയ്യുക, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രാക്ടീസുകളിൽ വരും. ഇനി അടുത്തതായിട്ട് ഇവിടെ ചക്രാസിനെയും കുറിച്ച് ഒന്ന് പറയണമെന്നുണ്ട്. കാരണം ചക്രാസും ബാലൻസ്ഡ് ആണെങ്കിലേ നമുക്ക് കുണ്ടലിനി ശക്തിയെ നമുക്ക് മുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ചക്രാസിനെ കുറിച്ച് ഇൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ കുണ്ടലിനി അവേക്കനിങ്ങിൽ ചക്രാസിൻ്റെ പ്രസക്തി എന്താണെന്ന് മനസ്സിലാക്കാം. നമ്മൾ റൂട്ട് ചക്ര എന്ന് പറയുമ്പം എലമെൻസിൻ്റെ അനുസരിച്ച് നമ്മൾ തരംതിരിക്കാറുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. അതായത് ഭൂമി, വെള്ളം, അഗ്നി, വായു, സ്പേസ്, ആകാശം, പഞ്ചഭൂതങ്ങളായി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കണക്റ്റ് ആകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ആ ഒരു എലമെൻസിലേക്ക് കണക്റ്റ് ആകുമ്പോൾ റൂട്ട് ചക്ര എന്ന് പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട് എർത്ത് എലമെൻ്റാണ്, അല്ലെങ്കിൽ ഭൂമിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള എലമെൻ്റാണ്. ഇത് നമ്മൾക്ക് സ്റ്റെബിലിറ്റി കൊണ്ടുവരും എന്നുള്ളത്. അടുത്തതായിട്ട് സേക്രൽ ചക്ര വാട്ടറാണ്, ഇമോഷൻസിൻ്റെ ഉറവിടമാണ്, അല്ലെങ്കിൽ ഇമോഷൻസിനെ ഹോൾഡ് ചെയ്യുന്ന ചക്രയാണ്. അടുത്തതായിട്ട് സോളാർ പ്ലെക്സസ് എന്ന് പറയുന്നത് ഫയർ എലമെൻ്റാണ്. ഫയർ എലമെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പവർ ഹൗസാണ്. അടുത്തതായിട്ട് ഹാർട്ട് ചക്ര എന്ന് പറയുമ്പോൾ എയർ എലമെൻ്റാണ്, വായു. അൺകണ്ടീഷണൽ ലവിൻ്റെ പ്രതീകം നമ്മളുടെ DM ആൻഡ് DF ബാലൻസിൻ്റെ, ഇന്നർ DM ആൻഡ് DF ബാലൻസിൻ്റെ ഒരു സ്പേസാണ് അവിടെ. നമ്മൾ ഡിവൈനുമായിട്ട് മേർജ് ആവുന്നതും നമുക്കിവിടെ ഫീൽ ആവാൻ പറ്റും. അടുത്തതായിട്ട് ത്രോട്ട് ചക്ര എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ്റെ ഒരു ചക്രയാണ്. ഇത് സ്പേസ് എന്ന എലമെൻറ്റിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ പഞ്ചഭൂതങ്ങളെന്ന് പറയുമ്പോൾ ഈ 5 ചക്രാസുമായിട്ട് കണക്റ്റഡായി മുകളിലേക്ക് വരുമ്പോൾ നമ്മൾ തേർഡ് ഐ ചക്ര എന്ന് പറയുമ്പോൾ ഇൻഡ്യൂഷനാണ്. അത് ബിയോണ്ട് 3D ആയപ്പോൾ, അല്ലേ? 3Dയും 4Dയും കഴിഞ്ഞിട്ട് നമ്മൾ 5Dയിലേക്ക് വന്നു. അതായത് ഹാർട്ടും അൺകണ്ടീഷണൽ ലവിലേക്ക് വരുമ്പോഴും ആൻഡ് ത്രോട്ട് ചക്ര വരുമ്പോഴും നമ്മൾ 4Dയിലായി. തേർഡ് ഐ ചക്ര വരുമ്പോൾ 5D ആയി. ക്രൗൺ ചക്ര എന്ന് പറയുമ്പോൾ പ്യുവർ കോൺഷ്യസ്നസ്, എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 5D ആൻഡ് എബോവ് ആയി. ഇനി ചക്ര ഹീലിങ്ങിനെ കുറിച്ച് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉള്ള കുറേ മിത്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ചക്ര ഹീലിംഗ് അല്ലെങ്കിൽ ചക്ര ബാലൻസിങ്ങിനെ കുറിച്ച് പറയാം. ചക്രാസ് 7 ചക്രാസ്, നമ്മൾക്ക് ആക്ച്വലി ഉള്ളത് 12 ചക്രാസാണ്. നമ്മളുടെ ബോഡിയിലുള്ളത് 7ഉം ബിയോണ്ട് ബോഡി, അതായത് മുകളിലേക്കും താഴേക്കുമായിട്ട് ബാലൻസ് 5 ചക്രാസും ഓരോ സോളിനും. അതിപ്പം സ്പിരിച്വൽ അവേക്കനിങ്ങിൽ വരുമ്പോഴൊന്നല്ല, ഓരോ സോളിനും 12 ചക്രാസാണ് ഉള്ളത്. നമ്മൾ 7 ചക്രാസ് ബാലൻസ് ചെയ്യുമ്പം ബാലൻസ് ഉള്ള ചക്രാസ് നാച്ചുറലി നമ്മൾ ആ ചക്രാസിലേക്ക് അലൈൻമെൻറ്റിൽ വരികയാണ് ചെയ്യുന്നത്. ആ 12 ചക്രാസിൻ്റെയും ഒരു വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ചക്ര ഹീലിംഗ്, 7 ചക്ര ഹീലിംഗ് എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. കൗൺസിലിങ്ങിലൊക്കെ വരുമ്പോൾ ഒത്തിരി ആൾക്കാർ പറയാറുണ്ട് എൻ്റെ ചക്രാസ് ബാലൻസ്ഡായി. മേ ബി നമ്മൾ 3-4 മാസമായിട്ടുള്ളായിരിക്കാം ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഒക്കെ വന്നിട്ട് ചക്രാസ് എൻ്റെ ബാലൻസ്ഡ് ആണ്. ഞാൻ ഈ വീഡിയോ കേട്ടപ്പം കേട്ടിട്ടുണ്ട്. എൻ്റെ ചക്രാസ് ആക്ടിവേറ്റഡ് ആയി, എനിക്ക് വൈബ്രേഷൻ ഫീൽ ആവുന്നുണ്ട്, എനിക്ക് കളറ് കാണുന്നുണ്ട്. അതായത് അതാത് ചക്രാസിൻ്റെ കളർ കാണാൻ പറ്റി. എൻ്റെ കുണ്ടലിനി അവേക്കൻഡ് ആണെന്നൊക്കെ പറയുമ്പോൾ അവിടെ ഞാൻ ടു ബി വെരി ഫ്രാങ്ക് തിരുത്താൻ പോകാറില്ല. കാരണം അത് അവർക്കുള്ള ലെസൺ ആയിരിക്കാം എന്നുള്ള ഒരിതാണ് എനിക്ക് ഡൗൺലോഡ്സ് കിട്ടുന്നത്. കാരണം ഇതൊക്കെ നമ്മൾക്ക് ഈ ജേർണിയിലേക്ക് വരുമ്പം നമ്മൾക്ക് കിട്ടുന്ന ഒത്തിരി വാസ്റ്റ് ഇൻഫർമേഷൻ ഉണ്ട്, ഒത്തിരി ഇൻഫർമേഷൻ ഉണ്ട് നമുക്ക് വീഡിയോസായിട്ട് കണ്ടൻറ്റായിട്ടൊക്കെ ഗൂഗിളിലൊക്കെയും. അപ്പോൾ അത് കേട്ടുകൊണ്ട് നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ നമ്മളൊരു ഹാലോസിനേഷനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചക്രാസ് എന്തുകൊണ്ടാണ് ഇത് എടുത്തു പറയുന്നതെന്ന് പറഞ്ഞാൽ ആരെയും ജഡ്ജ് ചെയ്യാനോ ഒന്നുമല്ല, വീഡിയോസ് തെറ്റാണെന്നോ ഒന്നുമല്ല. ഈ പറഞ്ഞ പോലെ ഞാൻ എങ്ങനെയാണോ എൻ്റെ എക്സ്പീരിയൻസസ് ഇടുന്നത് അതുപോലെ തന്നെ ഓരോ സോളിൻ്റെ എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ അവരിടുന്ന വീഡിയോസ് ആയിരിക്കും ഇത്. അപ്പോൾ ആസ് എ ട്വിൻ ഫ്ലെയിം ഞാൻ എടുത്തു പറയുകയാണ്, എല്ലാവരും ട്വിൻ ഫ്ലെയിം ആവണമെന്നില്ല. നിങ്ങളൊരു ട്വിൻ ഫ്ലെയിം ആണെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം അതിൽ നിന്നും പഠിക്കാനുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ആ കണ്ടൻറ്റിനെ
ഇൻവേർഡ് എടുക്കുക. എഗെയിൻ നിങ്ങൾ ഉള്ളിലേക്ക് ഒരു എനർജി എടുക്കുമ്പോൾ അത് എനർജി ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ പറഞ്ഞു വന്നത് അത്ര ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ചക്രാസ് ആക്ടിവേറ്റ് ആയിട്ട് കുണ്ടലിനി അവേക്കനിങ് നടക്കാറില്ല. വർഷങ്ങളെടുക്കുന്ന പ്രോസസ്സാണ്. ജന്മങ്ങളായിട്ട് നമ്മൾ ഈ ജേർണിയിലാണ്, നമ്മൾ ഈ ഒരു ഹീലിംഗ് പ്രോസസ്സിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് വർഷങ്ങളെടുക്കുന്ന പ്രോസസ്സാണെന്ന് പറയുന്നത് അതും പറയുകയാണ്. ചക്രാസിൽ ആദ്യം ക്ലെൻസിങ് ആണ് നടക്കുന്നത്, അത് കഴിഞ്ഞ് ഹീലിംഗ് ആണ്, അത് കഴിഞ്ഞ് ബാലൻസ് ആണ്. നമ്മൾ ചക്രാസിനെ ആക്ടിവേറ്റ് ചെയ്യാറില്ല. എന്തുകൊണ്ടാണ് ഇത് എടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ, ചക്രാസിനെ ഫോർ എക്സാമ്പിൾ നമ്മുടെ തേർഡ് ഐ ചക്ര ആക്ടിവേറ്റ് ആണെന്ന് വിചാരിച്ചോളൂ. നമ്മൾക്ക് ഭൂതം, ഭാവി, വർത്തമാനം മൂന്നും അതായത് ഒരു 200 വർഷം കഴിഞ്ഞ് എന്താ നടക്കാൻ പോകുന്നത് ഭൂമിയിൽ, അതും നമുക്ക് ഇരുന്ന ഇരിപ്പിൽ അങ്ങനെ കാണാൻ പറ്റും. കണ്ണ് തുറന്നിട്ടാണെങ്കിലും, അതായത് വെളിയിലത്തെ കണ്ണ് തുറന്നിട്ടാണെങ്കിലും ഉൾക്കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ചക്രാസിനെ ബാലൻസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഞാൻ ആക്ടിവേഷനും ബാലൻസിനും ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. അപ്പം എഗെയിൻ ഈ 3 ഫേസസിലുള്ള പ്രോസസ്സും പറയുകയാണ് ചക്രാസിൻ്റെ, സോ ദാറ്റ് കുണ്ടലിനീൻ്റെ പ്രോസസ്സ് നമുക്ക് മനസ്സിലാക്കാൻ ഈസി ആയിരിക്കും. ആദ്യം ക്ലെൻസിങ് നടക്കും. അതായത് അവേക്കനിങ്ങിലേക്ക് വരുമ്പോൾ നമ്മുടെ ചക്രാസിൽ കിടക്കുന്ന ഷാഡോ സെൽഫ് നമ്മളുടെ സ്പിരിച്വൽ പാത്തിന് മുമ്പോട്ട് പോകാൻ ഹെൽപ്ഫുൾ അല്ലാത്ത ഓരോ മൈന്യൂർ എനർജിയും നമ്മൾ ക്ലെൻസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോഴാണ് പേർജിങ് നടക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ഹാർട്ട് ചക്രയിൽ പെയിൻ വരുന്നത്. അപ്പോഴാണ് നമുക്ക് സേക്രൽ ചക്രയിൽ പെയിൻ വരുന്നത്. അപ്പോഴാണ് നമുക്ക് പലതരത്തിലുള്ള ട്രിഗേഴ്സ് കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെ നമ്മൾ ക്ലെൻസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഹീലിംഗ് നടക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്നു വിചാരിച്ചാൽ ഇവിടെ എല്ലാം ഡിവൈൻ്റെ പ്രൊട്ടക്ഷൻ്റെ കൂടെ ഏഞ്ചലിക് സപ്പോർട്ടിൻ്റെ കൂടെ ആണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഈ ക്ലെൻസിങ് ഒരു ഫേസ് കഴിയും, അവിടുത്തെ കഴിഞ്ഞ് നമ്മൾ ഹീലിംഗ് ചെയ്യും. ഹീലിംഗ് നാച്ചുറലി നമ്മൾ ചെയ്യും. അതായത് ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ അവിടെ അഫർമേഷൻസ് കൊടുക്കും. നമ്മൾ അവിടെ ഒരു പോസിറ്റീവ് എനർജി കൊടുക്കും. അതായത് നെഗറ്റീവ് എനർജി നമ്മൾക്ക് ആപ്റ്റ് അല്ലാത്ത ലോവർ എനർജീസിനെ നമ്മൾ ക്ലെൻസ് ചെയ്യുന്നു. അതിപ്പം കാർമിക് ക്ലിയറൻസ് എന്ന് നമ്മൾ പറയും, സിറ്റുവേഷൻസ് ക്ലിയറൻസ് എന്ന് പറയും, ജോലി പോയി എന്ന് പറയും. ഒക്കെയും പെയിൻഫുള്ളായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കും. അവിടെ ക്ലെൻസിങ് നടന്ന് കഴിയുമ്പം കുറച്ച് നാൾ പേർജിങ് നടക്കും. അത് കഴിഞ്ഞ് നമ്മൾ റിയലൈസ് ചെയ്യും ഇതെൻ്റെ ഹയസ്റ്റ് ഗുഡിനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ അഫർമേഷൻസ് കൊടുക്കും. സെൽഫായിട്ടുള്ള ഒരു റിയലൈസേഷനിലേക്ക് വരും, സെൽഫ് ലവിലേക്ക് വരും. ഇവിടെ ഹീലിംഗ് ആണ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ എനർജീനെ നമ്മൾ ന്യൂട്രലൈസ് ചെയ്യും. അതായത് ഇതിനെ നമ്മൾ ഈ ഹീൽഡ് ആയിട്ടുള്ള എനർജീനെ നമ്മളുടെ ഹയസ്റ്റ് ഗുഡിനായിട്ട് നമ്മൾ പ്രാക്ടിക്കലി 3Dയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മൾ ബാലൻസ്ഡ് വേയിൽ നമ്മളുടെ സോൾ പർപ്പസിലേക്ക് വരുന്നത്. നമ്മുടെ ലൈഫ് പർപ്പസ് ആയിരിക്കാം, നമ്മളുടെ ഇൻകം. ഫോർ എക്സാമ്പിൾ റൂട്ട് ചക്ര ബാലൻസ്ഡ് ആണെങ്കിൽ ഇൻകം സ്റ്റെബിലൈസ് ആവും, നമ്മുടെ 3Dയിലുള്ള ലൈഫ് സ്റ്റേബിൾ ആവാൻ തുടങ്ങും. സേക്രൽ ചക്രയിൽ വരുമ്പോൾ എക്സാമ്പിൾ നമ്മളുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റിയിലേക്ക് നമുക്ക് വരാൻ പറ്റും. ഇത് പെർമനൻ്റ് ആണെന്നല്ല പറയുന്നത്. കുറച്ച് നാൾ നമ്മൾ വർക്ക് ചെയ്യുമ്പം ആ കുറച്ചൊരു ഫേസിൽ നമ്മൾ പെർമനൻ്റ് ആവും. പിന്നെ അടുത്ത പാറ്റേൺ നമുക്ക് ഹീൽ ചെയ്യാൻ വരുമ്പോഴത്തേക്ക് പിന്നെയും നമ്മളൊന്ന് ഇംബാലൻസ് ആവും. ഇങ്ങനെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ കുണ്ടലിനീനെ എങ്ങനെ അവേക്കൻ ചെയ്യാം? ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ, ഏറ്റവും വലിയ മിത്ത് എന്താണെന്ന് മുമ്പോട്ട് പോകുമ്പം പറയാം. നിങ്ങൾ ഒരു ട്രൂ ട്വിൻ ഫ്ലെയിം ആണെങ്കിൽ നിങ്ങളുടെ കൗണ്ടർ പാർട്ടിനെ, അതിപ്പം ഫെമിനൈൻ എനർജിയാണോ മസ്കുലൈൻ എനർജിയാണോ ഇതൊക്കെ വിട്ടിട്ട് നിങ്ങളുടെ കൗണ്ടർ പാർട്ടിനെ നിങ്ങൾ മീറ്റ് ചെയ്യുമ്പോഴെന്ന് പറയുമ്പോൾ അത് ഫിസിക്കലി മീറ്റ് ചെയ്യണമെന്നില്ല. മേ ബി ഒരു കോളിലൂടെ വോയിസ് കേട്ടതായിരിക്കാം, ഡ്രീമിൽ ഒരു സ്വപ്നത്തിൽ നമ്മൾ പെട്ടെന്ന് കണ്ട ഒരു സ്വപ്നമായിരിക്കാം. അതല്ല എങ്കിൽ 5Dയിൽ ആസ്ട്രൽ ട്രാവൽ ചെയ്യുമ്പം പല ട്വിൻ ഫ്ലെയിംസിൻ്റെയും കൗണ്ടർ പാർട്സ് ഭൂമിയിൽ ഇൻകാർണേറ്റ് ചെയ്യപ്പെടാതെ അവർക്കൊരു ഹയർ സെൽഫിൽ നിന്നും ഗൈഡൻസ് കൊടുക്കുമ്പോൾ അങ്ങനെ ആസ്ട്രൽ ട്രാവൽ ചെയ്യുമ്പോൾ അവരിലേക്ക് വരുന്ന ആ ഒരു എനർജി ആയിരിക്കാം. അല്ലെങ്കിൽ മേ ബി ഒരു സെലിബ്രിറ്റി ട്വിൻ ഫ്ലെയിം ആണെങ്കിൽ അവരെ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു ഇതായിരിക്കാം. എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് ആ ഒരു അവേക്കനിങ് അല്ലെങ്കിൽ ആ ഒരു കൗണ്ടർ പാർട്ടിൻ്റെ എനർജി റീച്ച് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു മൊമെൻറ്റിൽ നിങ്ങളുടെ കുണ്ടലിനി ശക്തി ട്രിഗർ ആവുകയാണ് ചെയ്യുന്നത്. ഇതിന് ഞാൻ 3Dയിലൊരു പ്രൂഫും തരാം. നിങ്ങളുടെ കൗണ്ടർ പാർട്ടിനെ കാണുമ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ എനർജി ഫീൽ ആകുമ്പോൾ നിങ്ങൾ ടോട്ടലി ഇംബാലൻസ് ആവുകയായിരിക്കും ചെയ്യുന്നത്.
അതായത് വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും. ഇതുവരെ ഇല്ലാത്ത ഒരു ഫീലിംഗ്, ഇതുവരെ ഫീൽ ആവാത്ത ഒരു സംഭവം. അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും പലപ്പോഴും പലർക്കും പറ്റാറില്ല. ആൻഡ് പലപ്പോഴും ഷിവറിങ് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ തോന്നുമായിരിക്കാം, ഒരു മാഗ്നറ്റൈസേഷൻ തോന്നുമായിരിക്കാം. ഇങ്ങനെ പല പല ഫീലിങ്സ് ആയിരിക്കാം ഓരോരുത്തർക്കും, ഓരോ സോളിനും ഉള്ളത്. അപ്പോൾ ഇവിടെ നാച്ചുറലി നിങ്ങളുടെ അൾട്ടിമേറ്റ് ഗുരു എന്ന് പറയുന്ന ട്വിൻ ഫ്ലെയിം നിങ്ങളുടെ കുണ്ടലിനി അവേക്കനിങ്ങിനെ ട്രിഗർ ചെയ്തു. ദ സെയിം വേ, അതായത് അതേപോലെ തന്നെ നിങ്ങളുടെ കൗണ്ടർ പാർട്ടിൻ്റെ അവേക്കനിങ് നിങ്ങളവിടെ ട്രിഗർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഇനിയൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ തരികയാണ്, ഡിവൈൻ മസ്കുലൈൻ്റെ അവേക്കനിങ് എപ്പോഴാണ് നടക്കുന്നത്? ട്രിഗർ 2 ബോഡിയിലുള്ള നിങ്ങളുടെ സോളിന് കിട്ടിക്കഴിഞ്ഞു. അതായത് സോൾ റെക്കഗ്നൈസേഷൻ എന്ന് പറയും. ഈ ട്രിഗർ കിട്ടിക്കഴിയുമ്പം നിങ്ങൾക്ക് പിന്നെ മുമ്പോട്ട് പോകുമ്പം ഏറ്റവും കൂടുതൽ ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ട് സേക്രൽ ചക്രയായിരിക്കും. അതായത് ഭയങ്കരമായിട്ട് സെക്ഷുവൽ എനർജി അതുവരെ ഫീൽ ആവാത്ത, മേ ബി നമ്മളൊക്കെ 30s, 40s, 50s, 60s ആണെങ്കിലും വല്ലാത്ത ഒരു ഫീലിംഗ്, സെക്ഷുവൽ എനർജി ഫീലിംഗ് അത് ഇംബാലൻസ്ഡ് ആണ്, കൺട്രോൾ ആവുന്നില്ല. മേ ബി ഈ ജേർണിയുടെ ഒരു സ്റ്റേജ് വരെ നമുക്ക് സെക്ഷുവൽ എനർജി ഹൈ ആയിട്ട് ഫീൽ ആകും. അതിന് എന്ത് ചെയ്യണമെന്ന് നമുക്കറിയില്ല. അതിൻ്റെ ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാം ഇപ്പം മുമ്പോട്ട്. അപ്പോൾ ഇവിടെ ഡിവൈനായിട്ട്, നിങ്ങളുടെ ഗുരുവായ ഡിവൈനായിട്ട്, നിങ്ങളുടെ അൾട്ടിമേറ്റ് ഗുരുവായ നിങ്ങളുടെ കൗണ്ടർ പാർട്ടിലൂടെ നിങ്ങളുടെ കുണ്ടലിനി അവേക്കനിങ്ങിനെ ട്രിഗർ ചെയ്ത് കഴിഞ്ഞു. അപ്പോഴാണ് ആ ഒരു വൈബ്രേഷനിലുള്ള മിസ്മാച്ച് കാരണം നമ്മൾ ഒത്തിരി ഐസൊലേഷനിൽ പോകുമായിരിക്കാം. അല്ലെങ്കിൽ ഒരു ബബിൾ ഫേസ് കഴിഞ്ഞിട്ട് നമ്മൾ ബബിൾ ഫേസിൽ വരുമ്പോൾ ഹാർട്ട് ചക്ര ഭയങ്കരമായിട്ട് ഓപ്പൺ ആയിരിക്കും, 2 കൗണ്ടർ പാർട്സിൻ്റെയും, മസ്കുലൈൻ എനർജിയുടെയും ഫെമിനൈൻ എനർജിയുടെയും. കാരണം ഇവിടെ ഓൾറെഡി എനർജി രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിഗറായി, സോൾ റെക്കഗ്നൈസേഷൻ നടന്നു. ഫെമിനൈൻ എനർജി അവരുടെ ആ ഒരു എക്സ്ട്രീം ഇമോഷണൽ ലെവലിലേക്ക്, അതുവരെ ഹാർട്ട് ചക്രയിലുള്ള ഇമോഷണൽ സപ്രഷനെയൊക്കെയും എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങി. ദ സെയിം വേ മസ്കുലൈൻ എനർജിയും. എഗെയിൻ ഇവിടെ ഈ ഒരു എനർജി മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് ഫിയർ സ്റ്റാർട്ടാവും. കാരണം നമ്മൾക്ക് ഇതിനു മുമ്പ് പറഞ്ഞ പോലെ, ഫോർ എക്സാമ്പിൾ മൊട്ടിലിരിക്കുന്ന, അതായത് പൂവിൻ്റെ മൊട്ടിലിരിക്കുന്ന ആ ഒരു കുണ്ടലിനി എനർജി അവിടെ ഒന്ന് ചലിക്കാൻ തുടങ്ങും. അപ്പോഴത്തേക്ക് എൻറ്റയർ എനർജി പിന്നെയും ആ ഉള്ളിലുള്ള മൊത്തം എനർജി ഇംബാലൻസ് ആയി. അപ്പോൾ പിന്നെയും ഫിയർ ബേസ്ഡ് എനർജി, 3D ഓർമ്മ വരും, 3Dയിലുള്ള ലൈഫിലുള്ള പല കാര്യങ്ങളും ഓർമ്മ വരും. അപ്പോൾ ആ ഒരു മൊമെൻറ്റിലാണ് സെപ്പറേഷൻ വരുന്നത്. അപ്പോഴാണ് മസ്കുലൈൻ എനർജി റൺ ചെയ്യാൻ തുടങ്ങുന്നത്. ആക്ച്വലി റൺ ചെയ്യുന്നത് അവരുടെ ഫെമിനൈൻ എനർജിയിൽ നിന്നുമല്ല, അവരുടെ ഉള്ളിൽ ഇംബാലൻസ് ആയിട്ടുള്ള ഒരു എനർജീനെ അവർക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് റണ്ണിങ്ങിൽ മേ ബി ബ്ലോക്ക് ചെയ്യാം, മേ ബി ഒരു സെപ്പറേഷൻ, അതായത് ഒരു ഫീലിംഗ് ഒന്നും എക്സ്പ്രസ് ചെയ്യാതെ പെട്ടെന്ന് സൈലൻ്റ് ആവാം. ഇത് കമ്മ്യൂണിക്കേഷൻ ഉള്ള ട്വിൻ ഫ്ലെയിംസിൻ്റെ കാര്യമാണ് പറയുന്നത്. അല്ലാതെ ഉള്ളവർക്ക്, അതായത് ഈ ഡ്രീമിലൂടെ, ആസ്ട്രൽ ട്രാവലിലൂടെ ഒക്കെ ട്രിഗർ ആവുന്നവർക്ക്, അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഒരു ഫീലിംഗ് തോന്നാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുമ്പോട്ട് വരുമ്പം ഇന്നർ വർക്ക് ചെയ്യണമെന്ന് കേൾക്കാറുണ്ട്. അപ്പോൾ ഈ ഇന്നർ വർക്ക് ചെയ്യുന്നതിലൂടെ നാച്ചുറലി കുണ്ടലിനി അവേക്കൻ ആവുകയാണ് ചെയ്യുന്നത്. കുണ്ടലിനി അവേക്കൺ ആവാൻ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ബ്രെത്ത് വർക്കാണ്. അതായത് നമ്മുടെ പ്രാണ എനർജി, നമ്മുടെ ശ്വാസത്തിലൂടെയാണ് നമ്മൾ ഈ ഒരു എനർജീനെ ബാലൻസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ എനർജിക്ക് മുകളിലേക്ക് വരാനായിട്ടുള്ള ഒരു സ്പേസ് ആക്കാനായിട്ടുള്ള ബ്ലോക്കേജസ് ക്ലെൻസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏത് തരത്തിലുള്ള ബ്രെത്ത് വർക്ക് ഹെൽപ്ഫുള്ളാണ്, ലൈക്ക് അലോം വിലോം എന്ന് പറയാം, അല്ലെങ്കിൽ പ്രാണായാമം എന്ന് പറയും. ഇങ്ങനെ പ്രാണായാമത്തിൽ തന്നെ എത്രയോ വെറൈറ്റീസ്, എത്രയോ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് യോഗ ചെയ്യാം, കുണ്ടലിനി യോഗ ഉണ്ട്, മുദ്രാസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അശ്വിനി മുദ്ര എന്ന് പറയും. ഇത് റൂട്ട് ചക്രയെ നമുക്ക് ആക്ടിവേഷൻ എന്ന് പറയുമ്പം ബാലൻസ് ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. ശക്തി മുദ്ര എന്ന് പറയുമ്പോൾ സേക്രൽ ചക്ര. ഇങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ്സ്, ലൈക്ക് ചക്ര ക്ലെൻസിങ് നടക്കുമ്പം, ബീജ് മന്ത്രം ഉച്ചരിക്കുമ്പോൾ, പിന്നെ വന്നിട്ട് മന്ത്രങ്ങൾ, ഉപാസനകൾ ഒക്കെയും നമുക്ക് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് മെത്തേഡ്സാണ് ഇവിടെ പറയുന്നത്. ഒക്കെയും നമുക്ക് നമ്മളുടെ ക്ലെൻസിങ്ങിലൂടെ ഈ കുണ്ടലിനി ശക്തിനെ നാച്ചുറലി നമ്മൾ മുകളിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്.
എന്തുകൊണ്ടാണ് ഇത് എടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ പലപ്പോഴും പല ക്വസ്റ്റ്യൻസ് കമൻസായിട്ട് കണ്ടിട്ടുണ്ട്, കൗൺസിലിംഗ് സെഷൻസിൽ അഡ്രസ്സ് ചെയ്യാറുണ്ട്. കുണ്ടലിനി അവേക്കനിങ്ങിന് നമുക്കൊരു ഗുരു വേണം എന്നുള്ള കാര്യം ഞങ്ങൾ പല വീഡിയോസിൽ കേൾക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യാമോ? പിന്നെ വന്നിട്ട് കുണ്ടലിനി അവേക്കൻ ആവുമ്പം പല അസുഖങ്ങൾ വരുമോ? നമ്മൾ ഫോഴ്സ്ഫുള്ളി അവേക്കൻ ചെയ്യുമ്പം പല പ്രശ്നങ്ങൾ വരുമോ എന്നുള്ളതൊക്കെ, അങ്ങനെ പല പല ക്വസ്റ്റ്യൻസ്. അതിനുള്ള ആൻസർ, നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ഒരിക്കലും കുണ്ടലിനി അവേക്കൻ ആവണമെന്ന് പറഞ്ഞ് വർക്ക് ചെയ്യരുത്. നിങ്ങളുടെ എനർജി ബാലൻസിങ്ങിന് വേണ്ടി ഇന്നർ വർക്ക് ചെയ്യുക. അത് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഗുരു വേണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് 3Dയിൽ വളരെയധികം വ്യാപകമായിട്ടുള്ളതാണ് കുണ്ടലിനി അവേക്കനിങ്ങിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇവിടെ സ്പിരിച്വൽ അവേക്കനിങ്ങിലുള്ളവർ ആരാണെങ്കിലും വീഡിയോസ് ഇടുമ്പം മേ ബി അവരൊരു ഗുരു വേണമെന്ന് പറയുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇത് സ്പെഷ്യലി ട്വിൻ ഫ്ലെയിംസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവർക്ക് ഓൾറെഡി ഡിവൈനാൽ ഗൈഡഡ് ആണ് ഈ ഒരു ജേർണി. ആൻഡ് അവരുടെ അൾട്ടിമേറ്റ് ഗുരു എന്ന് പറയുന്നത് അവരുടെ ട്വിൻ ഫ്ലെയിം തന്നെയാണ് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഗുരു ഉണ്ട്. ആൻഡ് നിങ്ങളാണ് നിങ്ങളുടെ ഗുരു. നിങ്ങളുടെ ഇന്നർ വോയിസ് ആണ് ഇവിടെ നിങ്ങളുടെ ഗുരു. അപ്പോൾ മറ്റുള്ളവർ മേ ബി ഈ ഒരു വീഡിയോ, മേ ബി ഒരു കൗൺസിലിംഗ് സെഷൻ, മേ ബി ഒരു ഹീലിംഗ് സെഷൻ ഒക്കെയും നിങ്ങളിലേക്ക് ഗൈഡൻസ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതായത് നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു പ്രകാശത്തെ, നിങ്ങളുടെ ഉള്ളിലെ ആ വിസ്ഡത്തിലേക്ക് നിങ്ങൾക്ക് കണക്റ്റ് ആവാനായിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് ഡിവൈനായിട്ട് കൊണ്ടുതരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെയും. അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ അടുത്ത ഗുരുവുണ്ട്. ഓൺലി തിങ് ആ ഒരു എക്സ്റ്റേണലി നിങ്ങൾ സെർച്ച് ചെയ്യുമ്പം നിങ്ങൾ മറ്റുള്ള സോൾസിനെ പോലെ നമ്മൾ കൂടുതൽ, അതായത് ട്വിൻ ഫ്ലെയിംസ് നമ്മൾ ഒത്തിരി ഹൈ ആയിട്ട് ഹീലായിന്നോ മറ്റുള്ളവർ കുറവാണെന്നോ ഒന്നുമല്ല. നമ്മളെക്കാളും ഒത്തിരി ഹീലായ സോൾസ്, ബ്യൂട്ടിഫുൾ സോൾസ് ഉണ്ട് അവർ. ആൻഡ് അതായത് ഇവിടെ കമ്പാരിസൺ ആവശ്യമില്ല. ഓരോരുത്തരുടെ പാതയും ഡിഫറെൻ്റ് ആണ്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. 3Dയിൽ പറയുകയാണെങ്കിൽ MBBS പഠിക്കുന്ന ഒരാളുടെയും എൻജിനീയറിംഗ് പഠിക്കുന്ന ഒരാളുടെയും സിലബസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ? MBBS പഠിക്കുന്നവർ ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് പഠിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ എൻജിനീയറിങ്ങിൽ വരുമ്പോൾ അവർ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ രണ്ട് സബ്ജക്ട്സും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതേപോലെ തന്നെ സ്പിരിച്വൽ അവേക്കനിങ്ങിലാണെങ്കിലും ഓരോ അവേക്കനിങ്ങും ഡിഫറെൻ്റ് ആണ്, യുണീക്കാണ്. അപ്പോൾ ട്വിൻ ഫ്ലെയിംസിന് അവേക്കനിങ് എന്ന് പറയുമ്പം നാച്ചുറലി ഈ പ്രോസസ്സിലേക്ക് നമ്മളെ യൂണിവേഴ്സായിട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഡൗട്ടിൻ്റെ എനർജി ആവശ്യമില്ല. നമ്മളുടെ സിലബസിനനുസരിച്ച് നമ്മളുടെ ഇന്നർ വോയിസിലേക്ക് കണക്റ്റായി ആ മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒരു എക്സ്റ്റേണൽ ഗുരു ആവശ്യമുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യനും എനിക്ക് തോന്നുന്നു ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്റ്റേണൽ ഗുരു കുണ്ടലിനി അവേക്കനിങ്ങിൻ്റെ പ്രോസസ്സിൽ ആവശ്യമെങ്കിൽ ആ ഡിവൈൻ ടൈമിങ്ങിൽ നിങ്ങളുടെ അടുത്ത് എത്തിക്കോളും. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കേണ്ട ആവശ്യമില്ല. അതായത് എല്ലാ സോൾസിൻ്റെ ലക്ഷ്യം എൻലൈറ്റ്മെൻറ്റ് തന്നെയാണ്. എന്നാൽ ആ മാർഗങ്ങൾ ഡിഫറെൻ്റ് ആണ്. അത് മനസ്സിലാക്കുക. അടുത്തതായിട്ട് ട്വിൻ ഫ്ലെയിംസിൽ പെർട്ടിക്കുലർലി കുണ്ടലിനി അവേക്കൻ ചെയ്യാനായിട്ട് ഒരു മാർഗവും കൂടെ പറഞ്ഞു തരാം. നമ്മൾ ഇന്നർ വർക്ക് തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. ഇന്നർ വർക്ക് ചെയ്യുമ്പോൾ ആദ്യം ക്ലെൻസിങ് പ്രോസസ്സ് നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഇഷ്യൂസ് സർഫേസിൽ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സർഫേസിൽ വരുമ്പോഴത്തേക്ക് പലപ്പോഴും നമ്മുടെ ഇന്നർ വർക്ക് നിർത്തിയിട്ട് പിന്നെയും സെയിം ലൂപ്പിൽ നമ്മൾ നിൽക്കും. അപ്പോൾ അത് ക്ലെൻസിങ് ആണെന്ന് മനസ്സിലാക്കുക. ഈ പെയിൻ കഴിഞ്ഞിട്ട് നമ്മളുടെ പവറിലേക്കാണ് വരുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കോൺസ്റ്റൻ്റ്ലി ഇന്നർ വർക്ക് ചെയ്യുക. രണ്ടാമത്തേത്, ട്വിൻ ഫ്ലെയിംസിന് ഏറ്റവും കൂടുതൽ ഫീൽ ആവുന്നത് സെക്ഷുവൽ എനർജി ആയിരിക്കും. കാരണം അവരുടെ സേക്രൽ ചക്ര ഓവർ ആക്റ്റീവ് ആയിരിക്കും. ഈ ജേർണിയിലേക്ക് വന്ന് അറ്റ്ലീസ്റ്റ് ചക്രാസ് ബാലൻസ് ചെയ്യുന്നവരെ ഈ സെക്ഷുവൽ എനർജി ആയിരിക്കും അവർ ക്രിയേറ്റീവ് സൈഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും അവരുടെ കൗണ്ടർ പാർട്ടിന് വേണ്ടി ഒരു സെക്ഷുവൽ ഫീലിങ്സ്, ഇൻറ്റിമസി ഒക്കെ ഫീൽ ആകുന്നത് ട്വിൻ ഫ്ലെയിംസിൽ വളരെ സാധാരണമായ കാര്യമാണ്. അപ്പോൾ ഇതിനെ ഒരു ഫിയർ ബേസ്ഡ് എനർജിയിൽ സപ്രസ് ചെയ്യരുത്. അങ്ങനെയെന്ന് വിചാരിച്ച് നമ്മളതിനെ ലീക്ക് ചെയ്യുകയും ചെയ്യരുത്. വേറെ പല മെത്തേഡ്സിലൂടെയും, സെൽഫ് പ്ലഷേർഡ് ആയിട്ടുള്ള മെത്തേഡ്സിലൂടെയും ആ ഒരു സെക്ഷുവൽ എനർജി നമുക്ക് ഇൻറ്റൻസ് ആയിട്ട് ഫീൽ ആകുമ്പോൾ, അതിപ്പം നിങ്ങളുടെ ബോഡിയിലുള്ള എനർജി ആവാം, നിങ്ങളുടെ കൗണ്ടർ പാർട്ടിലുള്ള എനർജി നിങ്ങൾ പിക്ക് ചെയ്യുന്നതാവാം. ആ സമയത്ത് കുറച്ച് വെള്ളം കുടിച്ചിട്ട് ജസ്റ്റ് ഒരു 10 മിനിറ്റ്
ഒന്ന് കാമായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ഡീപ്പ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. സേക്രൽ ചക്രയിലുള്ള ആ ഒരു സെക്ഷൽ എനർജി നിങ്ങളുടെ എൻറ്റയർ ബോഡിയിൽ ഫീൽ ആകുക. അതായത് ആ ഒരു സെക്ഷൽ എനർജീനെ സേക്രൽ ചക്രയിൽ പതിയെ ഫീൽ ആകുക. എവിടെയാണ് നമുക്ക് ആ ഒരു എനർജി ഫീൽ ആകുന്നത്? നമ്മളുടെ പെൽവിക് ഏരിയയിലായിരിക്കാം, അല്ലെങ്കിൽ മുകളിലേക്ക് റൂട്ട് ചക്രയുടെ മുകളിലേക്ക് സേക്രൽ ചക്രയിലൊക്കെയും ഫീൽ ആകുമ്പോൾ നമ്മൾക്ക് അവിടുത്തെ മൊമെൻറ്റ്സ്, അതായത് ആ ഒരു ഓരോ മൊമെൻറ്റിനെ, ഓരോ DNA-യിലുള്ള ആ ഒരു ചേഞ്ച്, ആ ഒരു എനർജീനെ ഫീൽ ആയിക്കൊണ്ട് റൂട്ട് ചക്രയിൽ, മേ ബി സേക്രൽ ചക്രയിൽ നമുക്ക് മൂവ്മെൻറ്റ് ഫീൽ ആവും. ഈ സമയത്ത് ആ മൂവ്മെൻറ്റിനെ ഫീൽ ആയിക്കൊണ്ട് ഈ എനർജീനെ, അതായത് സേക്രൽ ചക്ര എന്ന് പറയുന്നത് വാട്ടർ എനർജിയാണ്, വാട്ടർ എലിമെൻ്റ് ആണ്. അപ്പോൾ ഈ എനർജീനെ മുകളിലേക്ക് നമ്മൾ പുഷ് ചെയ്യുക, മുകളിലേക്ക് ഡ്രാഗ് ചെയ്യുക. അത് ഇരുന്നിട്ട് ഫീൽ ആയിക്കൊണ്ട് ആ എനർജി മുകളിലേക്ക് വരുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ഡീപ്പ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് ആ എനർജി നമ്മളുടെ ശരീരം മൊത്തവും സ്പ്രെഡ് ആവുന്നതായിട്ടും, നമ്മുടെ എനർജറ്റിക് ഫീൽഡിനെ ക്ലെൻസ് ചെയ്യുന്നതായിട്ടും, നമ്മുടെ ക്രിയേറ്റീവ് സൈഡ് നമ്മൾ എൻഹാൻസ് ചെയ്യുന്നതായിട്ടും ഫീൽ ആവുക. കാരണം ഈ ഒരു എനർജി വരുമ്പോഴത്തേക്ക് നമ്മളുടെ പലപ്പോഴും നമ്മളുടെ ട്വിൻ ഫ്ലെയിമിനെ വിഷ്വലൈസ് ചെയ്യാറുണ്ട്. അത് എഗെയിൻ ഒരു എനർജി ലീക്കേജാണ് ശരിക്കും. അതിലും നന്നായിട്ട് നമ്മൾ ഈ എനർജീനെ നമ്മളുടെ ഒരു ഹീലിങ്ങിനായിട്ട് നമ്മൾ അപ്വേർഡ്സ്, ഡൗൺവേർഡ്സ് അല്ല, മുകളിലേക്ക് നമ്മൾ ഡ്രാഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളിലുള്ള ബ്ലോക്കേജസ് എഗെയിൻ ആൻഡ് എഗെയിൻ ചക്രാസിലുള്ളതൊക്കെയും ക്ലെൻസ് ആയിക്കൊണ്ട് വരും. കാരണം സെക്ഷൽ എനർജി എന്ന് പറയുന്ന അത്ര സ്ട്രോങ്ഫുൾ എനർജിയാണ്. ആ എനർജിയാണ് നമ്മളെ ഹീൽ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും നമ്മുടെ ക്രിയേറ്റീവ് സൈഡിൽ വർക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും. ഇനി ഒരു മിത്തുള്ളത്, അല്ലെങ്കിൽ ഒരു ചോദ്യം എപ്പോഴും വരുന്നത്, സിലബസ് മെയിൻറ്റെയിൻ ചെയ്യണോ അല്ലെങ്കിൽ ബ്രഹ്മചര്യം മെയിൻറ്റെയിൻ ചെയ്യണോ സ്പിരിച്വൽ ജേർണിയിൽ, ട്വിൻ ഫ്ലെയിം ജേർണിയിൽ എന്നുള്ളത്. ട്വിൻ ഫ്ലെയിം ജേർണിയിൽ വരുമ്പോൾ ഫെമിനൈൻ എനർജി ആദ്യം, ഈവൻ അവരുടെ കാർമിക് പാർട്ട്ണറിൻ്റെ കൂടെ ആയിക്കോട്ടെ, അവരുടെ സോൾമേറ്റിൻ്റെ ഒക്കെ കൂടെ ആയിക്കോട്ടെ, അവരുടെ ലൈഫിലൊരു ലൈഫ് പാർട്ട്ണർ ഉണ്ടെങ്കിൽ ആദ്യം അവർ ആ ഒരു സെക്ഷുവൽ ഇൻട്രാക്ഷനിൽ നിന്നും ബാക്ക്വേർഡ് സ്റ്റെപ്പ് എടുക്കും. അതായത് അവർക്ക് ഇൻട്രസ്റ്റ് കാണില്ല. ആദ്യമൊക്കെ ഔട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റി, അതായത് ഇതെൻ്റെ പാർട്ട്ണർ ആണല്ലോ, ഇതെൻ്റെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ എന്നുള്ള ഒരു തോട്ട് പാറ്റേണിൽ അവർ അവിടെ സെക്ഷുവൽ എനർജി കൊടുക്കാൻ തുടങ്ങുമ്പോഴും അവിടെ എഗെയിൻ ഡിവൈനായിട്ട് അവിടെ ഒരു സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്യും. അതിപ്പം ലോങ് സെപ്പറേഷൻ ആണെന്നല്ല, മേ ബി ആ ഒരു സ്ഥലത്ത് നിന്നും നിങ്ങളുടെ ലൈഫിലുള്ള ലൈഫ് പാർട്ട്ണറെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് നിങ്ങളുടെ സിലബസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നാച്ചുറലി ഈ ഒരു ഹീലിംഗ് പ്രോസസ്സിലേക്ക് വന്നിട്ട് കുണ്ടലിനി അവേക്കനിങ്ങിന് ഹെൽപ്ഫുൾ ആവുന്ന പോലെ പല കാര്യങ്ങളും ഡിവൈനായിട്ട് നിങ്ങളിലേക്ക് കൊണ്ടെത്തിച്ച് തരും. അതേപോലെ തന്നെ ഇനിയൊരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നത്, DM സിലബസ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ടോ, DMൻ്റെ കുണ്ടലിനി അവേക്കൻ ആവാറുണ്ടോ? DMൻ്റെയും DFൻ്റെയും ചക്രാസ് ഇൻ്റർലിങ്ക്ഡ് ആയിരിക്കും. എനർജറ്റിക്കലി DF വർക്ക് ചെയ്യുമ്പോൾ അതേ മൊമെൻറ്റ് തന്നെ DMന് അത് ഫീൽ ആവാറുണ്ട്. ഓൺലി തിങ്, ഇതിനെ അവർക്ക് 3Dയിലേക്ക് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ അവരുടെ 3Dയിലുള്ള ലെസൺസ് പഠിച്ച് അവരും ബാലൻസിങ്ങിൽ വരണം. അതായത് എനർജീനെ ബാലൻസ് ചെയ്യണം. ഈ ഒരു സമയത്ത് DMും സിലബസ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്, അവരുടെ കുണ്ടലിനിയും അവേക്കൺ ആവാറുണ്ട്. അപ്പോൾ ഇത്രയുമാണ് കുണ്ടലിനി അവേക്കനിങ്ങിനെ കുറിച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് പറഞ്ഞു തരാനുള്ളത്. പലതരത്തിലുള്ള ഡൗട്ട്സ് ഒരിക്കലും കുണ്ടലിനി അവേക്കനിങ്ങിനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണ് ഹീലിങ്ങിൽ, നമ്മളുടെ അവേക്കനിങ്ങിൽ ഉള്ളതെന്ന് മനസ്സിലാക്കുക. ഇനി ഒരു പോയിൻ്റ് കൂടെ ആഡ് ചെയ്യുകയാണ് ഇവിടെ. എല്ലാ ട്വിൻ ഫ്ലെയിംസിൻ്റെയും ജേർണി ഒരേപോലെയല്ല. ഓരോ ട്വിൻ ഫ്ലെയിംസിനും യൂണീക്കായിട്ടുള്ള ജേർണിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കോൺഷ്യസ്നെസ് എത്രത്തോളം എക്സ്പാൻഡ് ആവണോ അവിടെ വരെ മാത്രമേ ഡിവൈൻ അവർക്ക് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കാറുള്ളൂ. എഗെയിൻ അതൊരു സോൾ കോൺട്രാക്റ്റാണ്. ബിഫോർ ഇൻകാർണേഷൻ്റെ മുമ്പ് തന്നെ ഞാൻ ഈ ഒരു ജന്മത്തിൽ ഞാൻ എൻ്റെ കോൺഷ്യസ്നെസ് ഇത്രത്തോളം ഞാൻ എക്സ്പാൻഡ് ചെയ്യും. അതിപ്പം മേ ബി സോളാർ പ്ലെക്സസ് ചക്ര വരെയാണോ, ഹാർട്ട് ചക്ര വരെയാണോ, ക്രൗൺ ചക്ര വരെയാണോ എന്നുള്ളത് ഓരോ ട്വിൻ ഫ്ലെയിമിൻ്റെയും യൂണീക്കായിട്ടുള്ള ജേർണി ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആരെയും കമ്പയർ ചെയ്യുകയോ ആരെയും ജഡ്ജ് ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ. അടുത്തായിട്ട് ഇതിൽ നമ്മൾ അവേക്കനിങ്ങിലാണെങ്കിൽ, അതായത് ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പം ഫെമിനൈൻ എനർജിക്ക് ആദ്യത്തെ ഫ്രീ വില്ലുള്ളത് അല്ലെങ്കിൽ ചോയ്സ് ഉള്ളതെന്ന് പറയുന്നത് അവരുടെ ഹാർട്ട് ചക്ര വരെ, അതായത്
ഇതിനു മുമ്പ് പറഞ്ഞ പോലെ ഹാർട്ട് ചക്ര വരെ ഈ ഒരു എനർജീനെ ബാലൻസ് ചെയ്തുകൊണ്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. ബിയോണ്ട് ദാറ്റ് നമ്മുടെ സോൾ എഗ്രിമെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഒന്നും ഫോസിബിളായിട്ട് നമുക്ക് ചെയ്യാനില്ല, ഡിവൈൻലി ഗൈഡഡ് ആണെന്ന് മനസ്സിലാക്കി നമ്മളുടെ ഹീലിങ്ങിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ബാലൻസ് എല്ലാ കാര്യങ്ങളും, ഈവൻ ദ എക്സ്റ്റേണൽ വേൾഡ് എന്ന് പറയുന്നത്, അതായത് നമ്മൾക്കൊക്കെയും സ്പിരിച്വലി അവേക്കനിങ്ങിലേക്ക് വരുമ്പോൾ ഒത്തിരി ഡിസ്ട്രാക്ഷൻ കാണും ലൈഫിൽ. ഇതൊക്കെയും എൻ്റെ ലൈഫിൽ നിന്നും പോയി നാളെ ഞാൻ എങ്ങനെ ജീവിക്കും എന്നൊക്കെ ഉള്ള വളരെ ബേസിക് ആയിട്ടുള്ള 3D ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. ഞാൻ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ എൻ്റെ എക്സ്പീരിയൻസിൽ തന്നെ ഇടാം. അപ്പോൾ അതൊക്കെയും വിട്ടിട്ട് ആ ഒരു മൊമെൻറ്റിൽ നിങ്ങളുടെ ഹീലിങ്ങിനായിട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇവിടെ എൻ്റെ കുണ്ടലിനി അവേക്കനായോ, എൻ്റെ ചക്രാസ് എവിടെ വരെയായി, ഇതൊക്കെ നമ്മുടെ ലോജിക്കൽ മൈൻഡാണ്. അഗെയിൻ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് പറയുന്നത് ഇത്. കാരണം ആദ്യമൊക്കെ ഞാനും വിചാരിച്ചിരുന്നു എൻ്റെ റൂട്ട് ചക്ര ബാലൻസ്ഡ് ആയി, ഇനി ഞാൻ മുമ്പോട്ട് പോകും. പക്ഷേ കുറേ വർഷങ്ങൾ ഇങ്ങോട്ട് വർക്ക് ചെയ്ത് വന്നപ്പോഴാണ് ആക്ച്വലി ഈ ഹീലിംഗ് ജേർണി എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റിയത്. അപ്പോൾ ആ സെയിം തിങ്ങാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഒത്തിരി ലെങ്തി ആയെന്ന് വിശ്വസിക്കുന്നു. ലെങ്തി ആയി ശരിക്കും പറഞ്ഞാൽ. ഇത് ഇവിടെ വരെ കേൾക്കുന്നവർക്ക് ഗൈഡഡ് ആയിട്ടുള്ള ഒരു വിസ്ഡമാണിത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ക്ഷമയോടെ ഈ ഒരു വീഡിയോ കേട്ടതിന്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിന്, ഹീലിംഗ് സെഷൻസിന്, റേക്കി ഹീലിംഗ് സെഷൻസിന്, ആകാശിക് ബുക്ക് റെക്കോർഡ് റീഡിങ്സിനായിട്ട്, PLR സെഷൻസിനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക്, വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇതല്ലാതെ ആകാശിക് ബുക്ക് റെക്കോർഡ്സിൻ്റെ ക്ലാസ്സസ്, ഫസ്റ്റ് ലെവൽ ക്ലാസ്സസ്, റീഡിംഗ് ക്ലാസ്സസ് Jan 4th സ്റ്റാർട്ട് ആവുന്നുണ്ട്. അതേപോലെ തന്നെ ആകാശിക് റെക്കോർഡ്സ് 3rd and 4th ലെവൽ വന്നിട്ട് അതും 29th സ്റ്റാർട്ട് ആവുന്നുണ്ട്, December 29th. അതുപോലെ തന്നെ റേക്കിയുടെ ഗ്രാൻഡ് മാസ്റ്റർ ലെവൽ ഇന്ന് സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ ഇതിലേതെങ്കിലും കോഴ്സസ് ആർക്കെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.